Good morning, children. So, we are going to continue with the chapter Air, Water and Weather. Okay. So, in the last class, we have discussed about sea breeze and land breeze, and I think all of you came to know about this, right? Okay. Now, we are moving on to the next topic, that is water. So, here we have discussed about air. And in air, we have discussed about breeze, sea breeze, land breeze, all these things. And moving on to the next topic, that is water. About 3/4 of the earth's surface is covered with water. നമ്മുടെ ഈ എർത്തിൻ്റെ സർഫസിൽ 3/4, അതായത് 4 ഭാഗിക്കുകയാണെങ്കിൽ അതിൽ 3 ഭാഗവും വെള്ളമാണ്, അല്ലേ? Water is not found only in rivers, seas and oceans, but it also found in underground. നമുക്കറിയാം, നമ്മൾ കാണുന്നത് പുഴകളിലും കടലിലും ഒക്കെയാണ് വെള്ളം കാണുന്നത്, അല്ലേ? അത് മാത്രമല്ല, അണ്ടർഗ്രൗണ്ടിലും എന്തുണ്ട്? വെള്ളമുണ്ട്. ആ അണ്ടർഗ്രൗണ്ടിലുള്ള വെള്ളമാണ് നമ്മൾ ഈ വെള്ളിലൂടെയൊക്കെ കിട്ടുന്നത് നമുക്ക്. സോ ഇറ്റ് ഈസ് ഈവൻ പ്രസൻറ്റ് ഇൻ ദ എയർ, ആൻഡ് വി നോ ദാറ്റ് ഇൻ ദ എയർ ഓൾസോ വാട്ടർ ഈസ് അവൈലബിൾ in the form of vapors, right? വേപ്പറായിട്ട്, അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഗ്യാസ്. നമ്മൾ കണ്ടിട്ടുണ്ടോ വെള്ളം, നമ്മൾ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ ആവിയായിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകും, നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഒരു ഫോമാണ് വേപ്പർ എന്ന് പറയുന്നത്, അല്ലേ? അതൊരു വാട്ടർ തന്നെയാണ്. ആ വാട്ടറിൻ്റെ ഫോമിലാണ്, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറായിട്ടൊക്കെയാണ് നമുക്ക് എന്ത് കാണുന്നത്? അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കാണപ്പെടുന്നത്. Most of our body weight is made up of water. Water changes its form on heating and cooling. Let us read how. അപ്പോൾ നമുക്ക് അറിയാം എന്താണ്, നമ്മുടെ ബോഡിയുടെയും ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ തന്നെയാണ്. ദെൻ വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് വേറൊരു ഫോമിലേക്ക് പോവും, കൂൾ ചെയ്താൽ അത് വേറൊരു ഫോമിലേക്ക് പോവും. വി നോ ദാറ്റ്, റൈറ്റ്? Okay, when we cool the water, it will turn into ice, right? Or when we heat the water, what will happen? It will be converted into vapors. ടീച്ചർ നേരത്തെ പറഞ്ഞു വേപ്പേഴ്സ്, നമ്മൾ മലയാളത്തിൽ നീരാവി എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അത് എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും. ഓക്കെ, ദെൻ so here we are going to discuss about that heating and cooling process of water. The first one, evaporation. What is that? Evaporation. The sun slowly heats the water on the surface of the earth to change it into water vapor. സോ സൂര്യൻ്റെ ചൂട്, അല്ലേ? നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചൂടാക്കുന്നതല്ല. സണ്ണിൻ്റെ ഹീറ്റ് കൊണ്ട് ചൂടായിട്ട് അതെന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. The process of change of water into water vapor due to heating is called evaporation. So that process of changing water into water vapor by the process of heating, heat ചെയ്യുന്നത് മൂലം വാട്ടർ എന്തായിട്ട് മാറാണ്? വാട്ടർ വേപ്പർ ആയിട്ട് മാറാണ്. That process is called evaporation. Evaporation of water takes place at a faster rate when. അപ്പോൾ ഇവോപ്പറേഷൻ പെട്ടെന്ന് നടക്കുന്നത് എപ്പോഴാണ്? എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് ഇവോപ്പറേഷൻ പെട്ടെന്ന് നടക്കുന്നത്? There is a strong wind. If there is a strong wind there, what will happen? Evaporation will be very fast. പെട്ടെന്ന് തന്നെ evaporation നടക്കും. Then the exposed surface of water is large. That means if we are നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്തിട്ട്, ഒരു ചെറിയ വായുള്ള പാത്രമാണ്, അതിനകത്ത് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണോ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നത്, അതൊരു വലിയ പാത്രത്തിൽ വെക്കുന്നതാണോ? വലിയ പരന്ന പാത്രത്തിൽ വെക്കുന്നതാണ്. കാരണം എന്താണ്? സർഫസ് വളരെ വലുതായിരിക്കും. അപ്പോൾ വളരെ വലിയ സർഫസ് ആയിരിക്കും ഇവോപ്പറേഷൻ നടക്കുക. ചെറിയ സർഫസ് എന്തുണ്ടാവില്ല, അത്രയും ഇവോപ്പറേഷൻ നടക്കില്ല. ഓക്കെ, സോ എന്താണ് സർഫസ്, അതായത് സർഫസ് ഏരിയ ലാർജ് ആണെന്നുണ്ടെങ്കിൽ ഇവോപ്പറേഷൻ വിൽ ബി വെരി ഫാസ്റ്റ്. ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ഈസ് ഹൈ. നമ്മുടെ ചുറ്റിനുമുള്ള ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ, ഓക്കെ, ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? It will help the process of evaporation. Evaporation process പെട്ടെന്നാകും. Okay, then we have next is the air is dry. If the air is dry, അതായത് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടന്റ് കുറവാണ്, അറ്റ്മോസ്ഫിയർ ഡ്രൈ ആണ്, അല്ലെങ്കിൽ എന്താണ്? ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് കോൾഡ് ഹ്യൂമിഡിറ്റി. നമ്മൾ ടീച്ചർ അത് പറഞ്ഞതാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ കണ്ടന്റ് ആണ്. അപ്പോൾ
എയറിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ എയർ ഡ്രൈ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് നടക്കും? ഇവോപ്പറേഷൻ നടക്കും. ഓക്കെ, so we are learning about evaporation. And what do you mean by evaporation? Evaporation is the process of conversion of water into water vapor. Water vapor ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് എന്ത്? ഇവോപ്പറേഷൻ. ബൈ ദ പ്രസൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഹീറ്റ് കാരണം അതായത് ചൂടാക്കുന്നത് വഴി വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ത്? ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവോപ്പറേഷൻ എന്തൊക്കെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവോപ്പറേഷൻ പെട്ടെന്ന് നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം, അതിൻ്റെ സിറ്റുവേഷൻസ് എന്താണ്, അതാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. ദർ ഇസ് എ സ്ട്രോങ് വിൻഡ്. ഇഫ് ദർ ഇസ് എ സ്ട്രോങ് വിൻഡ് ഇറ്റ് വിൽ ഹെൽപ്സ് ദ പ്രോസസ് ഓഫ് ഇവോപ്പറേഷൻ. ദെൻ വി ഹാവ് ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് വാട്ടർ ഈസ് ലാർജ്. ദാറ്റ് മീൻസ് ദ സർഫസ് ഓഫ് വാട്ടർ ഈസ് ലാർജ്. സോ പരന്ന രീതി, അതായത് സർഫസ് വലുതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവോപ്പറേഷൻ നടക്കും. ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ഈസ് ഹൈ. ദ ടെമ്പറേച്ചർ, നമുക്ക് ചുറ്റിനുമുള്ള ടെമ്പറേച്ചർ, ചൂട് കൂടുതലാണെങ്കിൽ, വേനൽക്കാലത്താണെങ്കിൽ, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഇറ്റ് വിൽ what will happen? It will increase the process of evaporation. Then the air is dry. If the air is very dry and the humidity changes, right? Okay, so atmosphere-ലുള്ള air content, water content വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? Air is dry എന്ന് പറയാൻ പറ്റും അല്ലേ? So what will happen? If the air is dry, it will also help the process of evaporation. Okay. Then water vapor goes up in the atmosphere and forms cloud. These clouds fall on the earth as rain. Water vapors also form dew, frost, fog and snow. അപ്പോൾ എന്താണ്? ഈ വാട്ടർ വേപ്പർ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും? മുകളിലേക്ക് പോയിട്ട് അവിടെ പോയി തണുത്ത് ഐസായിട്ട് മാറും. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ദെൻ ആ ക്ലൗഡ്സ് ആണ് എന്തായി മാറുന്നത്? റെയിനായിട്ട് പിന്നെയും താഴേക്ക് വരുന്നത്. ഓക്കെ, സോ അത് നമ്മൾ വാട്ടർ സൈക്കിൾ എന്നാണ് പറയുക. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചുറ്റി വരിക അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യാം? താഴെയുള്ള വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി അത് അവിടെ പോയിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ക്ലൗഡായിട്ട് മാറിയിട്ട് ക്ലൗഡ് പിന്നെയും എന്തായിട്ട്? റെയിനായിട്ട് എർത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഓക്കെ, സോ വി ക്യാൻ കോൾ ദം ആസ് വാട്ടർ സൈക്കിളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നീട് പഠിക്കാം. ഓക്കെ, സോ അത് മാത്രമല്ല വാട്ടർ വേപ്പേഴ്സ് എന്തൊക്കെയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ? ഡ്യൂ, മിസ്റ്റ്, ഫോഗ്, ഫ്രോസ്റ്റ്, സ്നോ അല്ലേ, മഞ്ഞ്, പിന്നെന്താണ് മഞ്ഞ് തുള്ളികൾ അല്ലേ, പിന്നെ അതേപോലെ എന്താ ഈ ഫ്രോസ്റ്റ്, ഫോഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, പുകമഞ്ഞ്, ഇതൊക്കെ എന്താണ്? വാട്ടറിൻ്റെ ഓരോരോ ഫോംസാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വാട്ടർ വേപ്പർ പോലെ തന്നെ തണുത്തിട്ടുള്ള, അതായത് അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് നമ്മുടെ ഐസ്ബേർഗ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഐസിൻ്റെ കട്ടകൾ അല്ല, ഐസിൻ്റെ മലകൾ പോലെ. അപ്പോൾ അതൊക്കെ എന്താണ്? വാട്ടറിൻ്റെ ഓരോ ഫോംസാണ്. വാട്ടർ പല രീതിയിലാണ് എന്നുള്ളതേ ഉള്ളൂ, അതിൻ്റെ സ്റ്റേറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. എല്ലാം എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കണ്ടൻസേഷൻ. So here we are talking about two terms. First one, evaporation, we have already discussed. Next we are going to discuss about condensation. Okay. Evaporation and condensation. So in condensation, when water vapor cools down, it changes into drops of water. This is called condensation. ഈ വാട്ടർ വേപ്പർ ഇങ്ങനെ മുകളിലേക്ക് പോയ വാട്ടർ വേപ്പർ തണുത്ത് കഴിഞ്ഞാൽ തിരിച്ചെന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. നമ്മൾ വീട്ടിൽ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? നമ്മളൊരു പാത്രം വെച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിളപ്പിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യും? അമ്മമാർ നമ്മുടെ ഒരു അടപ്പ് വെച്ച് മൂടി വെക്കും അല്ലേ. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ അടപ്പൊന്ന് പൊക്കി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വാട്ടർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെന്താണ് സംഭവം? ഇതിനകത്തുള്ള വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ അതിന് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല, കാരണം നമ്മൾ അടപ്പ് വെച്ച് അടച്ചേക്കുക അല്ലേ. അപ്പോൾ അതിൽ വന്ന് തട്ടിയിട്ട് അതെന്ത് ചെയ്യുകയാണ്? അവിടെ ഇരുന്ന് തണുക്കുക. കാരണം താഴെയുള്ള അത്രയും ചൂട് എന്തായാലും അടപ്പിൽ കാണില്ലല്ലോ അല്ലേ. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറി? പിന്നെയും വാട്ടറായിട്ട് മാറിയത്. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൻസേഷൻ. ഓക്കെ, സോ what is condensation?
water vapor cools down, it changes into drops of water. This is called the condensation, and this process is called condensation. Ice, water and water vapor are the three forms of water. However, in nature we see water in the form of fog, dew, frost, hail and snow as well. സോ നമ്മൾ വാട്ടറിനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ബേസിക് ആയിട്ട് 3 ഫോംസാണ് വാട്ടറിനുള്ളത്. ഒന്നെന്താണ്? ഐസ്, ദെൻ വാട്ടർ, ദെൻ വാട്ടർ വേപ്പർ. അതായത് ഒന്ന് സോളിഡ് ആണ്, ഒന്ന് ലിക്വിഡ് ആണ്, ഒന്ന് ഗ്യാസ് ആണ് അല്ലേ. സോ ഐസ്, വാട്ടർ ആൻഡ് വാട്ടർ വേപ്പേഴ്സ് ആർ ദ 3 ഫോംസ് ഓഫ് വാട്ടർ. And in nature, the water is exists in many forms like fog, dew, frost, hail. ടീച്ചർ ഓൾറെഡി പറഞ്ഞു അല്ലേ. സ്നോ, മഞ്ഞ്, അതേപോലെ ഡ്യൂ അല്ലേ, മഞ്ഞ് തുള്ളികൾ, പിന്നെ അതേപോലെ തന്നെ ക്ലൗഡ്സ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ്. ഇതൊക്കെ ഓരോരോ രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് ചിലത് ലിക്വിഡ് ഫോമിലാണ്, ചിലത് സോളിഡ് ഫോമിലാണ്, ചിലത് ഗേഷ്യസ് ആണ്, ഗ്യാസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ പല രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഫോഗ് എന്താണ്? ഫോഗ് occurs when thick clouds of tiny drops of water form just above the land or water. അതായത് ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിക്ക് ക്ലൗഡ്സ് ഓഫ് ടൈനി ഡ്രോപ്സ് ഓഫ് വാട്ടർ, വളരെ ചെറിയ മഞ്ഞു തുള്ളികൾ എന്തിൻ്റെ മുകളിൽ? ജസ്റ്റ് എബവ് ദ ലാൻഡ് ഓർ വാട്ടർ, വെള്ളത്തിൻ്റെയും ലാൻഡിൻ്റെയൊക്കെ മുകളിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഫോഗ് എന്ന് പറയുന്നത്. ഫോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുകമഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ സ്മോക്ക്, ആക്ച്വലി പുക പോലെ ഇരിക്കും. ബട്ട് അതെന്താണ്? അത് വാട്ടർ ഡ്രോപ്സ് തന്നെയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ടൈനി ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്സ് ആണ്. Then when the water vapor in the air condenses and appears as droplets on the ground and other surface, it is called dew. മഞ്ഞ് തുള്ളിയായിട്ട് നമ്മൾ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഐസായിട്ട് തന്നെ, അതായത് ഫുള്ളായിട്ട് കണ്ടൻസേഷൻ നടക്കാതെ ക്ലൗഡ്സിൽ നിന്നും ഐസ് ഡ്രോപ്സ് ആയിട്ട് താഴത്തേക്ക് ചെറിയ ചെറിയ തുള്ളി, മഞ്ഞ് തുള്ളികളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ നമ്മൾ ഡ്യൂ എന്ന് പറയാം. വി ഓഫൺ സീ ഡ്യൂ ഡ്രോപ്സ് ഏർലി ഇൻ ദ മോർണിംഗ് ഓൺ ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് സ്റ്റാൻഡിങ് വെഹിക്കിൾസ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, വണ്ടി പുറത്തൊക്കെ നിർത്തിയിട്ടേക്കുന്ന വെഹിക്കിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മഞ്ഞു തുള്ളികൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ചെടികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത്. ദെൻ വെൻ ഇറ്റ് ഈസ് വെരി കോൾഡ്, വളരെ തണുപ്പുള്ള സമയത്ത് ദ ഡ്യൂ ഓർ ദ സർഫസ് ഓഫ് വാട്ടർ ഫ്രീസസ് ഇൻ ടു ടൈനി വൈറ്റ് ക്രിസ്റ്റൽസ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ഫ്രോസ്റ്റ്. മഞ്ഞ് കട്ടയായിട്ട് കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വളരെ തണുപ്പുള്ള സമയങ്ങളിൽ വെള്ളം അല്ലെങ്കിൽ മഞ്ഞ് വന്നിട്ട് എന്തായോ അത് കട്ടയായിട്ട് ഐസ് പോലെ സോളിഡായിട്ട് കാണപ്പെടും. ആ രീതിയിലാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. When raindrops pass through a very cold region of atmosphere, they freeze and become hail. ഹെയിൽ എന്താണ്? നമ്മൾ പറയും ഈ എന്താണ്, ആലിപ്പഴം അല്ലേ, ആലിപ്പഴം എന്നൊക്കെ പറയും. അതായത് ഐസ് കട്ട പോലെ ഇരിക്കും. അത് നമുക്കിങ്ങനെ മുകളിൽ നിന്ന് വന്ന് വീഴുന്നതാണ്. അതായത് വളരെ തണുപ്പുള്ള സമയങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഡ്രോപ്സ് കട്ടയായിട്ട്, ഐസ് കട്ടയായിട്ട് താഴേക്ക് വീഴും. മറ്റേ ഫ്രോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെള്ള കളർ പോലെയാണ്, ഒരു മഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊടി പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഹെയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സോളിഡാണ്, നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്ന പോലത്തെ ഐസ് പോലെ ഇരിക്കും. Then when water vapor is suddenly cooled, it freezes into tiny white snowflakes. അതുപോലെ സ്നോ ഫ്ലേക്സും ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് തന്നെ വാട്ടർ ഡ്രോപ്സ് തണുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാളികൾ പോലെ, നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല ഇങ്ങനെ പാളിയായിട്ടിരിക്കുന്നത് ഐസ്, അതുപോലെ ഇങ്ങനെ പാളികൾ പോലെ കാണപ്പെടുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്നോ ഫ്ലേക്സ് എന്ന് പറയുന്നത്. സോ ദീസ് ഓൾ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വാട്ടർ. ഓക്കെ, ഇതെല്ലാം എന്ത് തന്നെയാണ്? വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. Okay, then we have a check point there. Circle the correct answer. Air flowing towards the land from the sea is called dash. Air flowing towards the land. ലാൻഡിലേക്ക് വരുന്നത് ഫ്രം ദ സീ ആണ്. അപ്പോൾ അതെന്താണ്? സീ ബ്രീസ് ആണ് അല്ലേ. സീ ബ്രീസ് ആണ് ആൻസർ. ദെൻ എയർ ഫ്ലോവിങ് ടുവേർഡ്സ് ദ സീ ഫ്രം ദ ലാൻഡ് ഈസ് കോൾഡ്. ലാൻഡിൽ നിന്നും എങ്ങോട്ട്? ടുവേർഡ്സ് ദ സീയിലേക്ക്. സോ ഇറ്റ് ഈസ് ലാൻഡ് ബ്രീസ്. നെക്സ്റ്റ്, ഡാഷ് occurs when thick clouds of tiny drops of water form just above the land or water. നമ്മുടെ ലാൻഡിൻ്റെയോ വാട്ടറിൻ്റെയോ മുകളിലായിട്ട് വാട്ടർ ഡ്രോപ്സ് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഫോഗ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഫോഗ്. ദെൻ we have
some impurities in water. So we are learning about water and different forms of water. We have already discussed what are they. Solid, liquid and gaseous. Three forms are there water, that is ice, water and water vapor. Ice, water and water vapor. And here we are going to discuss about some impurities that can be found in water. The water in wells and rivers is impure due to insoluble impurities which can be seen, soluble impurities which cannot be seen, and disease causing germs. So we have three types of impurities in water. Impurity എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ശുദ്ധമല്ലാത്തത്. ഓക്കെ, ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധമല്ലാത്ത വസ്തുക്കൾ. അതായത് നമ്മൾ പറയില്ല അതിനകത്ത് അത് കൊള്ളത്തില്ല, വെള്ളം കുടിക്കാൻ കൊള്ളില്ല, അത് ചീത്ത വെള്ളമാണ് എന്ന് നമ്മൾ പറയില്ല. എന്താണ് അതിനകത്ത്? ഇമ്പ്യൂരിറ്റീസ് ഉള്ളതാണ്. So we are going to discuss about the different types of impurities here, and we have three types of impurities. The first one, insoluble impurities. Second one, soluble impurities. Next one, disease causing germs. So first one, insoluble impurities. Insoluble impurities എന്ന് പറഞ്ഞാൽ soluble എന്ന് പറഞ്ഞാൽ എന്താണ്? ലയിക്കുന്നത്. ഇൻസോല്യൂബിൾ, ലയിക്കാത്തത് അല്ലേ, അതായത് വെള്ളത്തിൽ കലങ്ങി പോകാത്ത ഇമ്പ്യൂരിറ്റീസ്. സോ വി ക്യാൻ സീ ദാറ്റ്, റൈറ്റ്? കാരണം അത് വെള്ളത്തിൽ കലങ്ങി പോയിട്ടില്ല, അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് വിച്ച് ക്യാൻ ബി സീൻ, നമുക്ക് കാണാൻ പറ്റും. ദെൻ സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ്, വെള്ളത്തിൽ ലയിച്ചു പോയത്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു അര സ്പൂൺ പഞ്ചസാര അതിനകത്തോട്ട് നന്നായിട്ട് കലക്കിയാൽ അതങ്ങ് ലയിച്ചു പോകത്തില്ലേ? ലയിച്ചു പോയാൽ ആ പഞ്ചസാര വെള്ളം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമോ ഇതിനകത്ത് പഞ്ചസാര ഉണ്ടെന്ന്? മനസ്സിലാവില്ല, കുടിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസും ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസും. സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, വിച്ച് cannot be seen ആണ്. ബട്ട് ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് വി ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് അവർ ഐസ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമല്ലോ, അതിനകത്ത് പൊടി കിടക്കുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഇത് കിടക്കുന്നു എന്ന് നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. Then next one we have is disease causing germs which are absolutely insoluble. നമുക്ക് കാണാൻ invisible, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. ജേംസ്, അതിനകത്തുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജേംസ്, ബാക്ടീരിയാസ്, വൈറസസ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെള്ളത്തിലുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചാറിച്ച് കുടിക്കണം എന്ന് പറയുന്നത്. കാരണം അതിനകത്തുള്ള ജേംസ് ഒക്കെ എന്ത് ചെയ്യാനാണ്? തിളപ്പിക്കുമ്പോൾ ചത്തുപൊക്കോളും, നശിച്ചു പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ എപ്പോഴും തിളപ്പിച്ച് കുടിക്കണം എന്ന് പറയുന്നത്, ബോയിൽ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇനി പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ കിട്ടിയ വാട്ടറിനെ നമ്മൾ എങ്ങനെ പ്യൂരിഫൈ ചെയ്യും? അല്ലെങ്കിൽ ഇതൊക്കെ സോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ്, ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ്, ഡിസീസ് കോസിങ് ജേംസ്, ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്നും മാറ്റിയെടുക്കും? അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. So, to separate insoluble impurities, let water stand for some time. Impurities that are heavier than water will settle at the bottom of the water, leaving it clear. അപ്പോൾ എന്താണ്? ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വെള്ളം കുറേ നേരം അനക്കാതെ വയ്ക്കുക. അനക്കാതെ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹെവിയർ ആയിട്ടുള്ള, കനമുള്ള അല്ലെങ്കിൽ ഭാരമുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം താഴേക്ക് വന്ന് അടിയും. താഴേക്ക് വന്ന് അടിഞ്ഞ് നമുക്ക് മുകളിലുള്ള വെള്ളം എന്ത് ചെയ്യാൻ പറ്റും? തെളിച്ച് മാറ്റി ഒഴിക്കാനായിട്ട് സാധിക്കും. ദെൻ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? സെഡിമെൻറ്റേഷൻ. അതായത് ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾ, വാട്ടറിലുള്ള ഇൻസോല്യൂബിൾ തിങ്സ് വിച്ച് ആർ ഹെവിയർ, കനമുള്ളത്, നമ്മൾ കുറേ നേരം വാട്ടർ അനക്കാതെ വെച്ചാൽ ഇറ്റ് വിൽ ബി സെറ്റിൽ ഡൗൺ ഇൻ ദ ബോട്ടം, അതിൻ്റെ താഴേക്ക് വന്ന് അത് അടിയും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് സെഡിമെൻറ്റേഷൻ. വാട്ട് ഈസ് കോൾഡ്? സെഡിമെൻറ്റേഷൻ. ദെൻ now slowly pour out this clear water into another vessel. This is called a decantation. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പയ്യെ അനക്കാതെ മുകളിലുള്ള വെള്ളത്തിന് മാത്രം ഒഴിച്ചു മാറ്റിയിട്ട് അടിയിലുള്ളത് അങ്ങ് മാറ്റി വയ്ക്കും. ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഡീകാൻറ്റേഷൻ. എന്താ പറയുക? ഡീകാൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ ആൻഡ് ഡീകാൻറ്റേഷൻ. Sedimentation is the process of settling down the heavier particles of water in the bottom. Okay, and what we are going to do, we are pouring that clear solution into another vessel, and that process is called decantation. That process is called decantation.
So we have discussed about sedimentation and decantation. In this chapter we are learning too many words which are not familiar to us, right? നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരുപാട് വേർഡ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചർ ഒരുപാട് അങ്ങ് പഠിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ് we will discuss about some more purification methods. So here we have learned about condensation, evaporation and condensation. After that we have learned about impurities in water. What are they? Insoluble impurities, soluble impurities and disease causing germs. Next we are going to purify the water. So if we have impurities in water, what we have to do? We have to purify the water. We have to purify the water. Water നമ്മൾ ക്ലിയർ ആക്കണം, ശുദ്ധമാക്കണം. So for that we have some separating methods. നമുക്ക് കുറച്ച് separating methods ഉണ്ട്, കുറച്ച് രീതികളുണ്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. So from that we have learned about sedimentation. What is sedimentation? Heavier ആയിട്ടുള്ള impurities ബോട്ടത്തിലേക്ക് സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സാണ് sedimentation. ആ സെറ്റിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ we are pouring that clear solution into another vessel. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആ മുകളിലുള്ള ക്ലിയർ സൊല്യൂഷൻ ഒഴിച്ചു മാറ്റുന്നു. And that process is called decantation. That process is called decantation. So this much only for today. In the next class we will discuss about some more purification methods. Thank you.